ലേവ്യർ 16-ാം അധ്യായം. അഹറോന്റെ 2 പുത്രന്മാരുടെ മരണത്തിന് ശേഷം കർത്താവ് മോശയോട് വചിച്ചു. കർത്തൃസന്നിധിയിൽ അണഞ്ഞപ്പോഴാണ് അവർ മരിച്ചത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൃപാസനത്തിന്മേൽ മേഘത്തിൽ ഞാൻ കാണപ്പെടുമെന്നതുകൊണ്ട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് ഏതു നേരത്തും പേടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുമ്പിലേക്ക്, അതായത് തിരശ്ശീലയ്ക്കുള്ളിലെ വിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കരുതെന്ന് നിന്റെ സഹോദരനായ അഹറോനോട് നീ പറയണം. ഈ വ്യവസ്ഥയിലാണ് അഹറോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. പാപമുക്തിയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ് കൂടെയുണ്ടായിരിക്കണം. ഹോമയാഗത്തിനുള്ള ഒരു മുട്ടാടും ചണം കൊണ്ടുള്ള വിശുദ്ധ നീലയങ്കി അവൻ ധരിച്ചിരിക്കണം. ചണത്തിൻ്റെ കാൽശരായികളും അവൻ്റെ ദേഹത്തുണ്ടായിരിക്കണം. ചണത്തിൻ്റെ അരപ്പട്ട കൊണ്ട് അവൻ അരമുറുക്കുകയും ചണത്തിൻ്റെ ശിരോവസ്ത്രം കൊണ്ട് ശിരസ് മൂടുകയും വേണം. അവ വിശുദ്ധ വസ്ത്രങ്ങളാകുന്നു. തൻ്റെ ശരീരം വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് അവൻ അവ ധരിക്കേണ്ടത്. കൂടാതെ ഇസ്രായേല്യ സമൂഹത്തിൽ നിന്ന് പാപമുക്തിയാഗത്തിനായി 2 കോലാട്ടിൻ മുട്ടന്മാരെയും ഹോമയാഗത്തിനായി ഒരു മുട്ടാടിനെയും അവൻ സ്വീകരിക്കണം. അഹറോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്കു വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. അനന്തരം 2 മുട്ടാടുകളെയും എടുത്ത് അവൻ സമാഗമ കൂടാരവാതിൽക്കൽ കർത്തൃസന്നിധിയിൽ നിർത്തണം. അഹറോൻ 2 മുട്ടാടുകളെയും പ്രതി നറുക്കിടണം. ഒരു നറുക്ക് കർത്താവിനും മറ്റേ നറുക്ക് അസസേലിനും. കർത്താവിനായി നറുക്കുവീണ മുട്ടാടിനെ അഹറോൻ സമർപ്പിക്കണം. അതിനെ പാപമുക്തിയാഗമാക്കണം. എന്നാൽ അസസേലിന് നറുക്കുവീണ മുട്ടാടിനെ അതു മുഖാന്തരം പരിഹാരം ചെയ്യുന്നതിന് അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം. അഹറോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ സമർപ്പിച്ച് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും പരിഹാരം ചെയ്യണം. തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അവൻ അറക്കണം. അനന്തരം അവൻ കലശം നിറയെ കർത്തൃസന്നിധിയിൽ നിന്നുള്ള ബലിപീഠത്തിന്മേൽ നിന്ന് തീക്കനലുകളും തൻ്റെ കൈക്കുടന്ന നിറയെ നേരിയ സുഗന്ധധൂപന വസ്തുവുമെടുത്ത് തിരശ്ശീലയ്ക്കകത്തു കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് അവൻ ധൂപന വസ്തു തീയിൽ ഇടണം. അപ്പോൾ സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ ധൂമപടലം മറയ്ക്കും. അവൻ മരിക്കുകയില്ല. അനന്തരം മൂരിയുടെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് തൻ്റെ കൈവിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ കിഴക്കുഭാഗത്ത് തൂകണം. അവൻ കൈവിരൽ കൊണ്ട് കുറച്ചു രക്തമെടുത്ത് കൃപാസനത്തിൻ്റെ മുമ്പിലായി 7 പ്രാവശ്യം തൂകണം. അനന്തരം അവൻ ജനത്തിൻ്റെ പാപമുക്തിയാഗത്തിനുള്ള മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. മൂരിയുടെ രക്തത്തിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അതിൻ്റെ രക്തം കൊണ്ടും ചെയ്യണം. കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും അത് തൂകണം. അങ്ങനെ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നുമുള്ള അവരുടെ എല്ലാ പാപങ്ങളും മൂലം വിശുദ്ധ സ്ഥലത്തെ പ്രതി അവൻ പരിഹാരം ചെയ്യണം. അവരുടെ മലിനതകളുടെ മധ്യേ അവിടുന്ന് അവരോടൊത്തു വസിക്കുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും അവൻ ഇപ്രകാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നതിനായി അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പുറത്തു വരുന്നതുവരെ ഒരു മനുഷ്യനും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അവൻ തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും മുഴുവൻ ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടിയും പരിഹാരമനുഷ്ഠിക്കണം. അനന്തരം അവൻ കർത്തൃസന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനെ പ്രതിയും പരിഹാരം ചെയ്യണം. മൂരിയുടെ കുറച്ചു രക്തവും മുട്ടാടിൻ്റെ കുറച്ചു രക്തവും എടുത്ത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ തൻ്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കുറച്ചു രക്തം അതിന്മേൽ തൂകണം. അങ്ങനെ അവൻ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ സ്ഥലത്തിനായും സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും പരിഹാരം ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് അവൻ ജീവനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവരണം. അഹറോൻ തൻ്റെ 2 കൈകളും ജീവനുള്ള മുട്ടാടിൻ്റെ തലയിൽ വച്ചിട്ട് ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങൾക്കുമായി അവരുടെ എല്ലാ കുറ്റങ്ങളും അപരാധങ്ങളും ഏറ്റുപറയണം. അവ മുട്ടാടിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് അയക്കണം. അവരുടെ കുറ്റങ്ങളെല്ലാം വിജനപ്രദേശത്തേക്ക് മുട്ടാട് തൻ്റെ മേൽ സംവഹിക്കും.
അവൻ മുട്ടാടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അഹറോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് അവൻ വിശുദ്ധസ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവിടെ അവ വയ്ക്കണം. അനന്തരം അവൻ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ടു കഴുകി സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു വരണം. തൻ്റെ ഹോമയാഗവും ജനത്തിൻ്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. പാപമുക്തിയാഗത്തിനുള്ള മൃഗത്തിൻ്റെ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. മുട്ടാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുവിട്ടവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. പാപമുക്തിയാഗമാക്കിയ മൂരിയെയും പാപമുക്തിയാഗമാക്കിയ മുട്ടാടിനെയും പാളയത്തിനു വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ രക്തമാണല്ലോ പരിഹാരം ചെയ്യാനായി വിശുദ്ധസ്ഥലത്ത് കൊണ്ടുവന്നത്. അവയുടെ തോലും മാംസവും ചാണകവും അവർ അഗ്നിയിൽ ദഹിപ്പിക്കണം. അവ ദഹിപ്പിക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. ഇത് നിങ്ങൾക്കൊരു ശാശ്വത ചട്ടമാണ്. 7-ാം മാസം മാസത്തിൻ്റെ 10-ാം തീയതി നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. നിങ്ങൾ ദേശവാസിയാകട്ടെ, നിങ്ങളുടെ ഇടയിൽ തത്കാലവാസം ചെയ്യുന്ന പ്രവാസിയാകട്ടെ, ഒരു ജോലിയും ചെയ്യരുത്. എന്തെന്നാൽ ഈ ദിവസമാണ് നിങ്ങളെ ശുദ്ധീകരിക്കാനായി അവൻ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എളിമപ്പെടുത്താനുള്ള പൂർണ്ണവിശ്രമത്തിൻ്റെ സാപത്താണ്. ഇത് ഒരു ശാശ്വത ചട്ടമാണ്. സ്വപിതാവിൻ്റെ സ്ഥാനത്ത് പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ അഭിഷേകം ചെയ്ത് പ്രതിഷ്ഠിക്കുന്ന പുരോഹിതൻ വിശുദ്ധി വസ്ത്രങ്ങളായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിഹാരം ചെയ്യണം. വിശുദ്ധസ്ഥലത്തെ ശ്രീകോവിലിനായി അവൻ പരിഹാരം ചെയ്യണം. സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും അവൻ പരിഹാരമനുഷ്ഠിക്കണം. പുരോഹിതന്മാരെ പ്രതിയും സമൂഹത്തിലെ സകല ജനത്തെയും പ്രതിയും അവൻ പരിഹാരം ചെയ്യണം. ആണ്ടിലൊരിക്കൽ ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങളിലും നിന്ന് അവരെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് ഇത് നിങ്ങൾക്കുള്ള ശാശ്വത ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു.